അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. ഇന്ന് നമുക്ക് കുറച്ച് ബീഫ് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ട്. ഗൾഫിലേക്ക് കൊണ്ടുപോകണ്ടേ, കുറച്ച് എണ്ണ അച്ചാറെല്ലാം കൊണ്ടുപോകാനുണ്ട്. പക്ഷേ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിനി. എന്നാലും കൂടി നിങ്ങളുടെ മുമ്പിൽ നിന്ന് അച്ചാർ ആക്കുന്ന കാട്ടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം വന്ന് 3 കിലോ ബീഫ് നന്നായി ചെറുതായി മുറിച്ചിട്ടെടുത്തത് കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ബീഫ് അച്ചാറിൻ്റെ ഒരേ ഓർഡർ കിട്ടുന്നു. അപ്പം ഒന്നും ഞാൻ എടുക്കലേ ഇല്ല. തിരക്കിൽ അച്ചാറാക്കുമ്പം വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ റെസിപ്പി എടുത്തിട്ട് നോക്കിക്കോ, ഒന്ന് ഇത് നോക്കിക്കോ. ഇതിലേക്ക് ഞാൻ പൊടികളെല്ലാം ഇടുന്നുണ്ട്. ഒരു 4 സ്പൂണ് മുളക് പൊടി, 2 3 4 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഇത് അച്ചാറിന് നമ്മൾ ചെറുതായി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതക്കി വെച്ചത്, അതിൽ നിന്ന് 2 സ്പൂണ് ചതക്കി വെച്ചതിന് 2 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ബാക്കി നമുക്ക് അച്ചാറാക്കുന്ന ടൈമിന് നന്നായി കൈ കൊണ്ട് തന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കണം. അങ്ങനെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് അടുപ്പിലേക്ക് കുക്കർ ഇട്ടിട്ട് വെക്കാം. ഒരു 5 വിസിലടിക്കണം. നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. ഒരു 5 വിസിലടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ അച്ചാറാക്കാൻ വെച്ച ബീഫ് നന്നായി വെന്തോ നമുക്ക് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ചീനച്ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. നന്നായി കായട്ട് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നായി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ബീഫ് ഇടുന്നുണ്ട്. അതങ്ങനെ തന്നെ നമുക്ക് ചെയ്യുന്നുണ്ട്. നന്നായി ഇതൊന്ന് ഇളക്കാം. നമുക്ക് ഇതന്നെ ആവട്ട് വെള്ളവും നല്ല രസമാണ്. അച്ചാറാക്കിയാൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ എനിക്ക് കുറേ ഓർഡർ കിട്ടുന്നുണ്ട് കേട്ടാ. മാഷാഅല്ലാ, യൂട്യൂബ് തുടങ്ങിയപ്പോഴേ എനിക്ക് ഓർഡർ എല്ലാത്തിനും എണ്ണക്കും പിന്നെ ബീഫ് അച്ചാറിന് നാരങ്ങ അച്ചാറിന് എല്ലാം ഓർഡർ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നാളെ ഗൾഫിൽ ഉച്ചക്ക് 12 വെള്ളിയാഴ്ച ഉച്ചക്ക് 12 മണിക്ക് ഗൾഫിലേക്ക് പോകുന്നത്, പള്ളിയിൽ നിന്നിട്ട് പോകുന്നത്. അവരെ കഴിയുമ്പോൾ കൊടുക്കാനാണ് ഇത്. അപ്പം ഒരാഴ്ച ഏൽപ്പിച്ചിട്ട് ഇന്ന ഡേറ്റിന് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇതാവട്ടെ. അങ്ങനെ നന്നായി ഇത് വരട്ടിയിട്ടെടുത്ത് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി വാട്ടണം. ബീഫ് നന്നായി പൊരിച്ചെടുത്തു. നല്ല പാനിലായി. ഇനി നമുക്ക് അച്ചാറിൻ്റെ മസാല ആക്കുന്നതാണ്. ബീഫ് പൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ വെള്ളെണ്ണ ഒഴിക്കുന്നുണ്ട്. വെള്ളെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി ചതക്കിയത് പച്ചമുളക് എല്ലാം ഒന്നിച്ച് കൂടിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. നന്നായി ഗോൾഡൻ കളർ വരെ ഇത് പൊരിയട്ടി. നന്നായി ഇത് ഗോൾഡൻ കളർ വരെ നമുക്കിത് വാട്ടിയിട്ടെടുക്കാം. വെള്ളെണ്ണയിൽ തന്നെ ആക്കണം. പിന്നെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയല്ല വെള്ളെണ്ണ കൂട്ടിയാൽ നല്ല രസമാണ്. എത്ര ഒരു കൊല്ലം വരെ ബീഫ് അച്ചാർ ഒന്നും ആവില്ല. ഒരു കൊല്ലം വരെ നമുക്ക് കൂട്ടാം. പക്ഷെ എടുത്ത സ്പൂൺ തന്നെ രണ്ടാമത് ഇട്ടുകൂടാനേ ഇല്ലു. നമ്മൾ 1 സ്പൂണ് അളവ് കോരിയിട്ടുണ്ടെങ്കിൽ അത് ബാക്കി ചിലവർ കുറച്ച് ബാക്കിയിട്ട് പറഞ്ഞിട്ട് അതേ അളവ് തന്നെ ഇടുന്നില്ലേ, അത് ഇടാൻ പാടില്ല. തുടച്ച സ്പൂണോട് കോരിയിട്ട് എടുത്താൽ പിന്നെ നമ്മൾ കയ്യിലിട്ടുകൂടാം.
ഫ്രിഡ്ജിൽ നമുക്കൊരു കൊല്ലം വരെ വെക്കാം. ഗോൾഡൻ കളറായി നമ്മുടെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും നല്ല നീലി നല്ല ഗോൾഡൻ കളറായി അതിലേക്ക് ഞാൻ പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരു 4 സ്പൂണ് മുളക് പൊടി, 2 3 4 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഇത് നന്നായി ഒന്ന് ഇത് ഇളക്കണം. നല്ല കളറാണ്. ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി, എന്നിട്ട് നന്നായി ഒന്ന് ഇത് ഇളക്കണം. തീ കുറച്ചിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ സിർക്ക് ഒഴിക്കുന്നുണ്ട്. മസാലയിൽ നല്ല ഇതിലൊന്ന് മസാല നല്ല തിളച്ച് വേവിട്ട് തീ കൂട്ടണം കുറച്ച്. അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. കായപ്പൊടി കുറച്ച് കൂടുതലിട്ടാൽ നല്ല രസമാണ്. കുറച്ച് അധികം തന്നെ ഇടാം. നന്നായി ഇതൊന്ന് ഇളക്കണം. ഇതിലേക്ക് നമുക്ക് ബീഫ് പൊരിച്ച് ചെയ്യാം. അത് നന്നായി ഒന്ന് ഇത് ഇളക്കി നല്ല മസാല പിടിച്ചിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇതന്നെ മതി ചോറിന്, വേറെ കറിയൊന്നും നമുക്ക് വേണ്ട. കുറച്ച് നമുക്ക് കല്ലുപ്പിടാം. നന്നായി നമുക്കിത് ഇളക്കി കൊടുക്കാം. അച്ചാറിടേതാ, ബീഫ് അച്ചാറിടേതാ, അടിപൊളി ബീഫ് അച്ചാർ റെഡിയായി. ഇനി നമുക്ക് തണിഞ്ഞതിൻ്റെ ശേഷം കുപ്പിയിലേക്ക് മാറ്റാം. ഇനി തണിഞ്ഞതിന് ശേഷം അച്ചാറ് നന്നായി ഇതാ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വരണിയിൽ ആക്കണത്തിൽ ഇതാണ് എൻ്റെ വരണി. ഇത് 1/2 കിലോൻ്റെ വരണിയാണ്. ഈ 1/2 കിലോ ബീഫ് അച്ചാറിന് 400 രൂപയാണ് ഞാൻ വാങ്ങുന്നത്. ഇത് എൻ്റെ മാപ്പിളിൻ്റെയും എൻ്റെയും പേരാണ്. എസ് എന്ന് എൻ്റെയും എം എൻ്റെ മാപ്പിളുടേത്. അങ്ങനെ SM എന്ന് എൻ്റെ മൂത്ത മരിയോളിട്ട പേരാണ്. പിന്നെ ഇതാ എൻ്റെ എണ്ണ കാച്ചി ഫസ്റ്റ് ഞാൻ കൊടുത്ത കുപ്പി ഈ കുപ്പിയാണ് ഞാൻ ഫസ്റ്റ് കൊടുത്തത്. 299 റുപ്യ കുപ്പിക്ക്. ഇതാണ് ഫസ്റ്റ് ഞാൻ കൊടുത്തത്. ഇപ്പം എല്ലാവരും പറഞ്ഞു ശരി നിങ്ങൾ കുപ്പി മാറ്റണം, ഞങ്ങൾക്ക് മോഡൽ വേണം. അങ്ങനെ മോഡൽ കോഴിക്കോട് നിന്ന് വരുത്തിച്ച കുപ്പിയാണ് ഇത്. നല്ല ഒന്നും ഇതാകാതെ തന്നെ നമുക്കിതാ ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് പൂട്ടി വെക്കാം. നല്ല കുപ്പിയാണ് ഇതാ. ഈ കുപ്പിക്ക് 299 റുപ്യാണ് കുപ്പിക്ക്. അങ്ങനെ ഇഷ്ടംപോലെ എണ്ണക്ക് ഓർഡർ ഉണ്ട്. പക്ഷെ ഞാൻ 1 ലിറ്റർ എണ്ണ കാച്ചിട്ട് ഞാൻ കൊടുത്തോണ്ടിരുന്നതാണ് പെറുക്കുന്നത്. ഇപ്പം 2 ദിവസം കൊണ്ട് 5 ലിറ്റർ ഞാൻ കാച്ചുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് ഓർഡർ ഇല്ലതാണ്. എല്ലാം ഓർഡർ ഇല്ല കുപ്പിയാണ്. അച്ചാറും എണ്ണയും എല്ലാം ഓർഡർ അള്ളാഹു നബി എത്തിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷമാണ് എനിക്ക് ഇത്രയും ഓർഡർ എനിക്ക് കിട്ടുന്നത്. ഇത് പാത്രം കഴുകുന്ന ലിക്വിഡാണ്. ഇതാ 1 ലിറ്ററിന് 100 രൂപയാണ് വാങ്ങുന്നത്. പിന്നെ ആർപ്പിക്ക്, പിന്നെ ഹാൻഡ് വാഷ് എല്ലാം ഉണ്ട്. പിന്നെ അലക്കുന്ന ലിക്വിഡും ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാത്തിനും 1 ലിറ്ററിന് 100 റുപ്യ ഞാൻ വാങ്ങുന്നില്ല. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കും. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പിന്നെ സോപ്പുണ്ട്, എല്ലാ തരം സോപ്പും എല്ലാത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തുടങ്ങുന്നവർ എല്ലാവരും ഞാൻ പറയുന്നു വീട്ടിൽ നിന്ന് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാൻ കഷ്ടപ്പാടുണ്ട്, നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇന്നലെ രാത്രി ടൈലറായിട്ട് ഞാൻ അടിക്കാനിരുന്ന ഇന്ന് 4 മണിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 മണിക്കാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അത്രയും ഞങ്ങൾക്ക് കഷ്ടപ്പാടുണ്ട്. ഞാൻ പണിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്, ജോലി ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലേ ഞാൻ ജോലി ചെയ്യുന്ന ഒരു പെണ്ണും തന്നെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത്രയും എത്തിയത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും
പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എണ്ണ ഉണ്ടാക്കാനും അച്ചാർ ഉണ്ടാക്കാനും ലിക്വിഡ് ഉണ്ടാക്കാനും എല്ലാം നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഓർഡർ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ കാണണം മക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.